പയ്യന്നൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വരുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നയാളുടെ കാർ കത്തിച്ചു. വീടിന് നേരെയും ആക്രമണമുണ്ടായി. ടി പുരുഷോത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണം. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലൊരു ആക്രമണത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രകോപനമുണ്ടോ, അതോ ഈ കുഞ്ഞികൃഷ്ണനോടുള്ള ആ ഒരു വൈരാഗ്യം അത് കൂടെ നിൽക്കുന്ന ആളിനോടും തീർക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇത് ഇന്നലെ പയ്യന്നൂരിൽ വ്യാപകമായിട്ടും ഈ CPM കള്ളവോട്ട് നടത്തുന്നു എന്ന കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ LDF സ്ഥാനാർത്ഥിയായ TA മധുസൂദനൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. രൂക്ഷമായ ഭാഷയിലായിരുന്നു TA മധുസൂദന്റെയും CPM പ്രവർത്തകരുടെയും പ്രതികരണം. എന്തായാലും അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ പയ്യന്നൂരിലെ ഈ ടി പുരുഷോത്തമന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ആദ്യം ഹ്യുണ്ടായി i20 കാറിന് നേരെ അത് തകർത്തത്. ആദ്യം തീയിട്ട് കത്തിക്കാനാണ് ശ്രമിച്ചത്. അത് ഭാഗികമായി കത്തിയപ്പോൾ കാറിന്റെ ചില്ലുകളും മറ്റും എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. വീടിന്റെ ജനലിലും കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനെ അർദ്ധരാത്രി ഏതാണ്ട് 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പയ്യന്നൂർ പോലീസിൽ പുരുഷോത്തമൻ പരാതി നൽകിയിട്ടുണ്ട്. ഈ കുഞ്ഞികൃഷ്ണനോടൊപ്പം തുടക്കം മുതൽ തന്നെ കൂടെ നിൽക്കുന്ന ആളാണ് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആൾ. അയാളുടെ വീടിന് നേർക്കാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പിന്നിലും CPM പ്രവർത്തകരെന്നാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ കൂടെയുള്ളവർ ആരോപിക്കുന്നത്. ഈ CPIM പ്രവർത്തകർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. നേരത്തെയും ഈ കുഞ്ഞികൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസന്നൻ എന്ന് പറയുന്ന ആളുടെ ബൈക്ക് കത്തിച്ചിരുന്നു. അത് ഈ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ട് പുറത്തു പോയതിന് തൊട്ടു പിന്നാലെയാണെന്ന് ആ ബൈക്ക് കത്തിച്ചതും ഇതേപോലെ വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ്. അത് ഉന്തിത്തള്ളി കുറച്ചപ്പുറത്തെ ഒരു വരമ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം അത് കത്തിക്കുകയായിരുന്നു. അത് പൂർണ്ണമായും കത്തിച്ചു. ആ കേസിൽ ഇതുവരെയും പോലീസ് പ്രതികളെ പിടികൂടാനായിട്ടില്ല. അതിനുശേഷം കുഞ്ഞികൃഷ്ണൻ വളരെയധികം പ്രതിഷേധത്തിലായിരുന്നു. ശരി അജീഷ്, നമുക്ക് ഈ ആക്രമണം നേരിട്ട ടി പുരുഷോത്തമൻ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ടി പുരുഷോത്തമൻ. അങ്ങയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ആരാണ് എന്നാണ് കരുതുന്നത്? അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ആളെ പറയാൻ വേണ്ടി പറ്റൂല. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ മുഖം മൂടിയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധന്മാരാണ്. കാരണം ഇതൊരു തികഞ്ഞ ഫാസിസമാണ് കാണിച്ചത്. രാത്രി ഒരു 12:00 കൂടിയിട്ടാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടായത്. അപ്പൊ ഞങ്ങളെല്ലാരും ഉറക്കിലായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോ ഒരു 3-4 ആളുണ്ടായിരുന്നു. അവര് ഓടിപ്പോയി. അപ്പൊ ഇതാരാണെന്നുള്ളത് ഒരു ഊഹവുമില്ല. അല്ല, ആളുകളെ കണ്ടാൽ മനസ്സിലാവും. കാരണം മോനാണ് ആദ്യം പുറത്തിറങ്ങിയത്. മോൻ ആളുകളെ കാണുന്നുണ്ട്. അവരെ കണ്ടാൽ മനസ്സിലാവും. മറ്റു രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അല്ല, മകന് മനസ്സിലായോ ഇതാരാണെന്ന്? ആരെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ, നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എന്നാൽ കണ്ടാൽ ആളെ മനസ്സിലാവുന്നവരാണ്. ഇതിനു മുമ്പ്, അതായത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇതിനു മുന്നേ തന്നെ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിൽ വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഞാൻ CPMന്റെ അംഗത്തുള്ള ആളാണ്. അപ്പോ അങ്ങനെ വാക്കുതർക്കം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടായതാകെന്ന് പറഞ്ഞാല് ഈ കുഞ്ഞികൃഷ്ണ പുസ്തകം പ്രകാശന ആ പരിപാടിയിൽ ഞാൻ അവിടെ ഗാന്ധി പാർക്കിൽ അതൊരു പൊതുപരിപാടിയാണ്. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഈ ഒരു ആക്രമണത്തിന് കാരണമാകാൻ ഒരു സാധ്യതയുണ്ടോ? അല്ലാതെ എന്തെങ്കിലും വിരോധം എന്നോട് ഉണ്ടാവാൻ ഒരു കാര്യമില്ല. കാരണം വേറെ ആരും അങ്ങനെ എന്നോട് അങ്ങനെ വിരോധമില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ന് ഇപ്പൊ പരാതി കൊടുക്കുകയാണോ? അല്ല, പരാതി എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇന്നലെ രാത്രി ഇവിടെ പോലീസ് ഓഫീസർമാർ SP ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അവർ വന്നിട്ട് ഇന്നലെ തന്നെ പരാതിയൊക്കെ അവര് എന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പകലാകുമ്പോഴേ ഒരു നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം പോലീസ് നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളിലും പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല. അതാണ് പോലീസിന്റെ പ്രശ്നം. നടപടി ഉണ്ടാകുമെന്ന് ഇപ്പൊ കണ്ടിട്ടറിയാം നമുക്ക്. പോലീസിനോടെല്ലാം പറയാൻ പറ്റും. പോലീസിലെ നടപടി എടുക്കേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ
ടി പുരുഷോത്തമൻ പ്രതികരിച്ചതിന്. അജീഷിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. അജീഷ്, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോയി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ തന്നോട് വൈരാഗ്യം തോന്നേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഒരു സാധ്യത പറയുന്നത് അതാണ്. പിന്നെ കണ്ടാൽ അറിയാവുന്ന വ്യക്തികളാകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്രമണത്തിന് കാരണം ഇതാണെന്ന് അദ്ദേഹം കരുതുന്നു. പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന ഒരു കാര്യവും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അതാണ്. പോലീസ് ചെന്നു, മൊഴിയെടുത്തു, പക്ഷെ അതിൽ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു കാര്യമാണ് മനസ്സിലുള്ളത്. അത് മുൻ അനുഭവം വെച്ചതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. നേരത്തെയും ഈ കുഞ്ഞികൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പ്രസിഡന്റ് വൈദ്യുതി കേസിൽ ഇപ്പൊ ഏതാണ്ട് 2-3 മാസമാകുന്നു ഇതുവരേക്കും ആ പോലീസ് പ്രതികളെ പിടിച്ചിട്ടില്ല. അന്നും ഈ പരാതിയുമായി റൂറൽ എസ് പി അടക്കം കുഞ്ഞികൃഷ്ണൻ കണ്ടതാണ്. അന്ന് റിപ്പോർട്ട് തേടിയെങ്കിലും പോലീസ് പിന്നീട് അന്വേഷണം കഴിക്കുകയായിരുന്നു. അപ്പൊ ഇന്നോട് പോലീസിൽ വിശ്വാസമില്ലെന്നൊക്കെയാണെന്ന് കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും, ആ അനുഭവം മുന്നിലുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ഈ പയ്യന്നൂരിൽ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് CPM കള്ളവോട്ട് നടത്തുന്നു എന്നായിരുന്നു ആരോപണം. ഈ കരിവള്ളൂരിലും വെള്ളൂരിലും കണ്ടക്കാടുമൊക്കെ വലിയ രീതിയിലുള്ള കള്ളവോട്ട് നടത്തുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. അതിന് പിന്നാലെ ഈ TI മധുസൂദനൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ രൂക്ഷമായ ഭാഷയിലായിരുന്നു അത്. അദ്ദേഹത്തിന് വിഭ്രാന്തി എന്നൊക്കെയായിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായത്. എന്തായാലും കുഞ്ഞികൃഷ്ണന്റെ കൂടെയുള്ള ആളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് ആക്രമിച്ചത്. കുഞ്ഞികൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന ആളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടി പുരുഷോത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരുന്നത്. കാറ് കത്തിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഒരു പോലീസ് നടപടി അതിൽ കൃത്യമായി ഉണ്ടാകും. ആരാണെന്ന് ഒരു പക്ഷേ ഇന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.